ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ താർ കൂടി വന്നിട്ടുണ്ടോ. എൻ്റെ ഫ്രണ്ടും മബിയായിട്ട് വണ്ടി എടുത്തതാണ്. അവൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു താർ എടുക്കണം എന്നുള്ളത്. അവൻ അതങ്ങോട്ട് സാധീകരിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് തീരുമാനിച്ചു ചെറിയൊരു ഇഫ്താർ വരുന്ന പോലെ ചെറിയൊരു ഹോൾട്ട് കൂടിയിട്ട് ഒരു ചെറിയൊരു മലയേറ്റമൊക്കെ ആയിട്ട് വാഗമണിലൊന്ന് കൂടാന്ന്. അങ്ങനെ നമ്മുടെ പുലിക്കുട്ടികളൊക്കെ ആയിട്ട് നേരെ വാഗമണിലെത്തി. വാഗമണിൽ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചു. എണ്ണം പറഞ്ഞ ചൂടുള്ള സമയമായിരുന്നു കേട്ടോ. നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും ആയിട്ടല്ല പോയത്. പക്ഷേ വീഡിയോയുടെ അവസാനം ചെറിയൊരു സസ്പെൻസ് ഉണ്ട്. അത് നമ്മുടെ ഈ മാർച്ച് മാസത്തിൽ വണ്ടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത വീഡിയോ ഫുള്ള് കാണാം. അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം, കുഴപ്പമില്ല. ഞങ്ങൾ പെരുമ്പാറുന്ന തന്നെ വഴിക്ക് തസ്ലിയുടെ കുറച്ച് നെയ്ച്ചോറും ബീഫും മേടിച്ചായിരുന്നു പാഴ്സല്. അതുകൂടാതെ നമ്മുടെ ഇക്ക ഉണ്ടാക്കിയ അതായത് സിറാജിക്ക ഉണ്ടാക്കിയ നല്ല നാടൻ ചിക്കൻ മന്തിയുണ്ട്. അതുകൂടാതെ അതിൻ്റെ സലാഡും അതിൻ്റെ ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു വെടിച്ചിൽ ഐറ്റം ഉണ്ട്, കാളാഞ്ചി ഫ്രൈ. ചെറിയ ഓവനിൽ വെച്ചുണ്ടാക്കിയ കാളാഞ്ചി ഫ്രൈക്ക് ടേസ്റ്റ് കൂടുതലെന്നാണ് പറഞ്ഞിട്ടാണ്. ഇന്ന് അതും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട്, കുറച്ച് പാല് മേടിച്ചിട്ടുണ്ട്, തണുത്ത വെള്ളം മേടിച്ചിട്ടുണ്ട്. അങ്ങനെ അല്ലാതെ ചില്ലറൊക്കെ കുറച്ച് കുടിക്കാനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്ക് ഞങ്ങൾ വരുമ്പോൾ ഇറങ്ങിയതാണ്. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 4:30-5 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളിത് കറക്റ്റ് നമ്മൾ സ്പോട്ട് ഒരെണ്ണം തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടി എവിടെ പാർക്ക് ചെയ്ത് നമുക്ക് എവിടെ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നമ്മളതൊന്ന് എല്ലാവരും ഒന്ന് ചൂടാക്കി എടുത്തൊന്നിട്ട് കഴിക്കാം നമ്മളൊരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മബിയുടെ നേതൃത്വത്തിൽ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ നോക്കിക്കൊണ്ടിരിക്കട്ടെ. വന്ന് തിരഞ്ഞ് ഒരു സ്ഥലം കിട്ടി. ആ സ്ഥലത്ത് വണ്ടി കൊണ്ടൊന്ന് പാർക്ക് ചെയ്തു. നമ്മളൊട്ടും ധൃതി പിടിച്ചോ അല്ലെങ്കിൽ തല്ലിപ്പടിച്ചോ ഒരു കാര്യം ചെയ്യാറില്ല. നമുക്ക് എല്ലാത്തിനും ഇഷ്ടംപോലെ സമയമുള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ചെറിയ ചെറിയ ബൈറ്റ്സൊക്കെ ആയിട്ട് സേവ് ചെയ്ത് വെച്ച് ആ ഒരു ഉള്ള ലൊക്കേഷൻ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും അൺലോഡ് ചെയ്തു. സാധനങ്ങളെല്ലാം പുറത്തിറക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യെ അതിൻ്റെ പണിപ്പുരയിലേക്ക് ഇറങ്ങി. മബിയാണെങ്കിൽ മബീക്ക സർബത്ത് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ ഇറങ്ങി. നമ്മുടെ ഇക്കമാരായിട്ടുള്ള സിറായിക്കും സുഹാസ്ക്കും നമുക്ക് നോമ്പ് തുറക്കി കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങൾ എല്ലാം ഒന്ന് ചൂടാക്കാനും അതുപോലെ ഈന്തപ്പഴം സെറ്റ് ചെയ്യാനും കട്ട് ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ള പണിപ്പുരയിലേക്ക് ഇറങ്ങി. നമ്മൾ വന്ന വഴി ഇതാട്ടാ. ഈ വഴി ഇവിടെ ഒന്ന് നേരെ ഈ മലയുടെ മുകളിലേക്ക് കയറി. എല്ലാവരും തിരക്കിലാട്ടാ, ഓരോരോ സാധനങ്ങൾ സെറ്റ് ചെയ്യാനും ഓരോരോ സാധനങ്ങൾ റെഡിയാക്കാനായിട്ടുള്ളത്. ഞാൻ മറ്റേ ഉഴപ്പനും മടിയനായതുകൊണ്ട് ഉടായ്പ കളിച്ച് മാറി കിടക്കുക. പക്ഷെ എന്നെ പൊക്കി പണിയെടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവരുടെ കൂട്ടത്തിലേക്ക് ഇറങ്ങി. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും പോപ്പീനെ ഹെൽപ്പ് ചെയ്യാനും മബിക്ക് ഹെൽപ്പ് ചെയ്യാനും മബീക്ക സർബത്തിലേക്ക് എൻ്റെ ഒരു മെയിൻ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. അതുകൊണ്ട് ഇപ്പം എന്തുണ്ടായി, വൺ ടേസ്റ്റ് ആയിപ്പോയി സാധനം. നമ്മൾ പയ്യെ അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങി. ഇരുട്ടായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ വെളിച്ചം വേണം. ഇപ്പോൾ അത്യാവശ്യം ചെറിയൊരു ലൈറ്റും അതിൻ്റെ ബാറ്ററിയും വയറും ഒക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ നേരെ ഇട്ട് തുടങ്ങി. സുവാസ്കാൻ ഇടയ്ക്ക് വെച്ചൊന്ന് മിസ്സായിട്ടാണ്. നേരെ വണ്ടിയിലേക്ക് വയർ കൊടുത്ത് ലൈറ്റ് കത്തിച്ചു. പിന്നെ നോമ്പ് തുറക്കണ സമയമാകാൻ വേണ്ടി നമ്മളെല്ലാം വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇന്നത്തെ നോമ്പ് തുറ സമയം എത്തി. എല്ലാവരും ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ച് നോമ്പ് തുറന്നു. നീണ്ട 10-16 മണിക്കൂറത്തെ വ്രതമായിട്ടാണ് നമ്മളിവിടെ മുറിച്ചത്. എല്ലാവരും ചിരിച്ച് ഹാപ്പിയായി നമ്മൾ ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ ആ സസ്പെൻസ് ഇതാണ്. ഇരുട്ടും തോറും ക്ലൈമറ്റിൻ്റെ ചൂട് കുറഞ്ഞു തണുപ്പായി വന്നു. തണുപ്പും കോടയും ഇറങ്ങി തുടങ്ങി. ഈ മാർച്ച് മാസം വൻ ചൂടുള്ള സമയത്താട്ടാ ഇവിടെ കോട ഇറങ്ങണം. പറഞ്ഞിരിക്കുന്ന നേരം കൊണ്ട് സിറായിക്ക് ഉണ്ടാക്കിയ മന്തിയുടെ പാത്രത്തിൻ്റെ അടപ്പ് തുറന്നു. ഓ, എന്താ തറവാടി മണം. ആ മന്തി കഴിച്ച ആളെന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ നാടൻ ടേസ്റ്റ്. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇത്രയും ടേസ്റ്റുള്ള ഒരു നാടൻ മന്തി നമ്മുടെ ഒരു കടയിലും കിട്ടില്ല, ഗ്യാരണ്ടി. ഞാൻ സിറായിക്കോട് വെറുതെ തമാശയായിട്ട് ചോദിച്ചു, നമുക്കിതൊരു കടയിട്ട് നമുക്ക് തുടങ്ങിയാലും വെക്കാമെന്ന്. അതുപോലത്തെ ഒരു ഫ്രഷ് ടേസ്റ്റ് ആയിരുന്നു. ഇതുവരെ കഴിക്കാത്തൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു ആ മന്തിക്ക്. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൊടുപുഴയിൽ നിന്ന് കുറച്ച് സുഹൃത്തുക്കൾ ആ ഒരു സ്പോട്ടിലേക്ക് ബൈക്കായിട്ട് കയറി വന്നത്. നമ്മൾ അവർക്കും കൂടി ഭക്ഷണം ഷെയർ ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റ് വീണ്ടും കളർഫുള്ളാക്കി. ഇതിനെല്ലാം കാരണക്കാരൻ ദേ ഇരിക്കുന്ന മനുഷ്യനാട്ടോ. പുള്ളിയുടെ ഐഡിയ ആണ് ഇതെല്ലാം. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളിത് 10 മിനിറ്റ് കൂടെ റെസ്റ്റ് എടുത്തത് ഇങ്ങനെ പായൊക്കെ വിരിച്ചുകൂടെ കിടന്നു. ലൈഫിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ആഴ്ചയിലൊരിക്കൽ, ഞാൻ എപ്പോഴും പറയാറുള്ളതല്ല, ആഴ്ചയിലൊരിക്കൽ ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഗ്യാദർ ചെയ്ത് ഏതെങ്കിലും ഒരു മലയുടെ മുകളിൽ പോയിന്ന് ഇതിങ്ങനെ 2
പൊട്ടിക്കലൊക്കെ പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് നിങ്ങൾ ആ മൊമെന്റിൽ ജീവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓരോ വണ്ടിപ്രാന്തന്മാരും ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസം തള്ളി പരിപാടിയെല്ലാം ഗംഭീരമായിരുന്നു, ഉഷാറായിരുന്നു. സിറായിക്ക് ചെറിയൊരു പനി, നേരെ പെരുമ്പാവൂരൊന്ന് ഹോസ്പിറ്റലിൽ കയറി, ചെറിയൊരു ട്രിപ്പൊക്കെ ഇട്ട് ആള് ഉഷാറായിട്ടാ, വേറെ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു പനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങടെ അപ്പം തന്നെ മാറി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഞായറാഴ്ച. ഓക്കെ ഗായ്സ്.